പത്തനംതിട്ട പീഡനക്കേസിലെ രണ്ടാം പ്രതിക്ക് ജാമ്യം നേടിക്കൊടുക്കുന്നതിനും മറ്റുമായി 8.5 ലക്ഷം രൂപ വാങ്ങി കബളിപ്പിച്ചെന്ന പരാതിയിൽ ഒന്നാം പ്രതിയുടെ സഹോദരൻ പിടിയിലായിട്ടുണ്ട്. പ്രക്കാനം സ്വദേശിനി ലില്ലി ജോർജ് നൽകിയ പരാതിയിന്മേൽ ജോജി മാത്യുവിന്റെ സഹോദരൻ ജോമോൻ മാത്യുവാണ് പിടിയിലായത്. തട്ടിപ്പിലൂടെ ലഭിച്ച പണം കൊണ്ട് പ്രതി മൈക്ക് സെറ്റ് ഉപകരണങ്ങൾ വാങ്ങിയതായി കണ്ടെത്തിയിട്ടുണ്ട്. ആദ്യം വാങ്ങിയത് 15,000, രണ്ടാമത് 1.5 ലക്ഷം, പിന്നീട് 25,000, ശേഷം 1,20,000, ഏറ്റവും ഒടുവിൽ 2,80,000 രൂപ. ജനുവരി 17 മുതൽ ഫെബ്രുവരി 15 വരെയുള്ള കാലയളവിൽ 6 തവണകളിലായി 8,65,000 രൂപയാണ് വാങ്ങിയതത്രേ. FIRൽ തിരുത്തൽ വരുത്തുക, അഭിഭാഷകന് നൽകുക, വാഹനം പുറത്തിറക്കുക, പ്രതിയെ തെളിവെടുപ്പിന് വീട്ടിലെത്തിക്കാതിരിക്കുക തുടങ്ങിയ ആവശ്യങ്ങളിലേക്കെന്ന് പറഞ്ഞ് പണം വാങ്ങിയെന്ന് പരാതിയിൽ പറയുന്നു. പണം നൽകാതിരുന്നാൽ ജാമ്യം ലഭിക്കില്ലെന്നും മരണശിക്ഷ വരെ കിട്ടിയേക്കാവുന്ന വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളതെന്നും പറഞ്ഞ് ഭയപ്പെടുത്തി. DYSP അടക്കം അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് പണം നൽകിയാൽ കാര്യം നടക്കുമെന്നും പ്രതി വിശ്വസിപ്പിച്ചതായി ലില്ലി ജോർജിന്റെ പരാതിയിലുണ്ട്. മാർച്ച് 11 FIR രജിസ്റ്റർ ചെയ്ത പോലീസ് പോക്സോ കേസിലെ ഒന്നാം പ്രതി ജോജി മാത്യുവിന്റെ സഹോദരൻ ജോമോൻ മാത്യുവിനെ പിടികൂടുകയായിരുന്നു. തട്ടിപ്പിലൂടെ ലഭിച്ച പണം ഉപയോഗിച്ച് ഇയാൾ വാങ്ങിയ മൈക്ക് സെറ്റ് ഉപകരണങ്ങൾ പ്രക്കാനത്തെ ഇയാളുടെ സ്ഥാപനത്തിൽ നിന്നും കണ്ടെത്തി. 59 പ്രതികളുള്ള കേസിൽ 18 വയസ്സിന് താഴെ പ്രായമുള്ളവർക്ക് മാത്രമാണ് ഇതുവരെ ജാമ്യം കിട്ടിയിട്ടുള്ളത്. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.